ഇപ്പോൾ കേരള കോൺഗ്രസ് എം ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം പി നമ്മോടൊപ്പം ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ശ്രീ ജോസ് കെ മാണി എം പി, ഇത് ഇടുക്കി ജില്ലയിലാണ്, വണ്ണപ്പുറം പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹലോ, ശ്രീ ജോസ് കെ മാണി എം പി, താങ്കൾ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ കുട്ടമ്പുഴയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി, വലിയ വേദന ഉള്ള സംഭവമാണ്. ഇപ്പോൾ തൊട്ടു പിന്നാലെ അതിനടുത്തുള്ളൊരു മേഖലയിൽ വണ്ണപ്പുറം പഞ്ചായത്തിലെ 1-ാം വാർഡിലും കാട്ടാന ആക്രമണം. ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹലോ ഹലോ കേൾക്കാം ശ്രീ ജോസ് കെ മാണി എം പി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം മറന്നു പോവുകയാണ്. ഞാൻ പറയട്ടെ, ഏതാനും ഈ പറയുന്ന നമ്മൾ അധികം നാൾ വേണ്ടിവരില്ല. ഇതൊരു നിരന്തരമായി കേരള സംസ്ഥാനത്തിന്റെ ദുരന്തമായി, ശാപമായി ഇത് മാറുകയാണ്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് അടിയന്തരമായി നിയമ ഭേദഗതി, അടിയന്തരമായി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ നമ്മളെപ്പോഴും ഒരു ദുരന്തമുണ്ടായി കഴിയുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കുന്നു, ആ ഉദ്യോഗസ്ഥർ വരുന്നു. മരണത്തിന് ശേഷം, അപകടമുണ്ടായതിനു ശേഷം അവർ വന്നിട്ട് ഒരു കാര്യവുമില്ല. അതിനു മുമ്പ് എന്ത് ചെയ്യാൻ കഴിയും? അത് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഇവിടെ ഒരു നിയമത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇവിടെ വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ, ആ ബില്ലിൽ ഈ വന്യമൃഗത്തിനെ സംരക്ഷിക്കേണ്ടത് വനത്തിനകത്തായിരുന്നു. ഇത് വനത്തിനകത്താണോ പുറത്താണോ എന്നുള്ള നിർവചനം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പുറത്തു വരുമ്പോഴും ഉദ്യോഗസ്ഥർക്ക്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്വം വന്യമൃഗത്തിനെ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് വന്യമൃഗം പുറത്തേക്ക് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഒരിക്കലും, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരിക്കലും അത് ഈ പറയുന്ന മനുഷ്യരെ സംരക്ഷിക്കാൻ നോക്കുന്നില്ല. അത് ഒരു തരത്തിൽ പറഞ്ഞ വലിയൊരു ക്രൂരതയാണ്. അവിടെ ഒരു ഹ്യൂമൻ ടച്ചാണ് വേണ്ടത്. പക്ഷേ വന്യമൃഗത്തിനെ സംരക്ഷിക്കുവാൻ, അല്ലെങ്കിൽ അവരെ ഈ വന്യമൃഗത്തിനെ തുരുത്തി കാട്ടിനകത്തേക്ക് കയറ്റാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഒരു കാര്യമുള്ളത്, ഞാൻ കൃത്യമായി പല മീറ്റിങ്ങുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം, വന്യമൃഗത്തിന്റെ ഈ വിഷയത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ഉത്തരവാദിത്വം കൊടുക്കരുത്. വന്യമൃഗം പുറത്തേക്ക് വന്നാൽ, അക്രമകാരികളായ വന്യമൃഗം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ്, അക്രമകാരികളാണ് വെടിവെക്കുവാനുള്ള അധികാരം. രണ്ടാമത്തെ, അതിന്റെ ഉത്തരവാദിത്വം പോലീസിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ 125 ഫോറസ്റ്റ് ഓഫീസുകൾ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന സ്റ്റേഷൻസ്, ഫോറസ്റ്റ് സ്റ്റേഷൻസ് മാത്രമേ ഉള്ളൂ കേരള സംസ്ഥാനത്ത്. 11,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഫോറസ്റ്റ് ഉള്ളിടത്ത് എന്ത് ചെയ്യാൻ അവർക്ക് കഴിയും? അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ 550 പോലീസ് സ്റ്റേഷൻസ് ഉള്ള പോലീസിന് കൊടുത്തു കഴിഞ്ഞാൽ, പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അത് ജനങ്ങളെ സംരക്ഷിക്കുവാനും കൃഷിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്ക് തന്നെ കൊടുക്കുക. ചില മാറ്റങ്ങൾ ഉണ്ടാകും, കുറച്ചുകൂടെ കാര്യക്ഷമതയുണ്ടാകും. അപ്പോൾ ഇവിടെ കൃത്യമായി ഈ വന്യമൃഗം പുറത്തേക്ക് വന്ന അക്രമകാരികളായി കഴിഞ്ഞാൽ നടപടി എടുക്കണം. ആർക്കെതിരെയാണ്? അത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണം. അവരുടെ ഉത്തരവാദിത്വമല്ലേ വന്യമൃഗം വോട്ടിനകത്ത് നിർത്തേണ്ടത്? ശരി. അപ്പോൾ ഇത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് എന്നും ദുരന്തമുണ്ടാകുന്നു. ആ ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ ചർച്ച നടത്തുന്നു, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. ഇത് വലിയ കേരള സംസ്ഥാനം ഉടനീളം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തേണ്ടതാണ്. ചർച്ച നടത്തിയാൽ പോരാ, വലിയൊരു ലോബിയിങ് മാത്രം ആവശ്യമാണ് കേന്ദ്രത്തിൽ നിയമമാറ്റം ഉണ്ടാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യവും ഇത് പാർലമെന്റിനകത്ത് അവതരിപ്പിക്കുകയും ഈ മന്ത്രിയെ കാണുകയും, കേരളത്തിന്റെ സ്വഭാവം, ഇതിന്റെ ഒരു അവസ്ഥ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റു സംസ്ഥാനങ്ങളുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ വനം, പരിസ്ഥിതി ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന കർഷകരാണ്. 55% ഫോറസ്റ്റ് കവറാണ് ഇവിടെ ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾ 25-26 ഉള്ളൂ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കർഷകനാണ്. ആ കർഷകനെ സംരക്ഷിക്കുവാൻ നിയമ ഭേദഗതികൾ കൂടെ ഉള്ള ഉത്തരവാദിത്വം കേന്ദ്രത്തിനുണ്ട്. ശരി, നന്ദി ശ്രീ ജോസ് കെ മാണി എം പി ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചതിന്.